ഇവിടെ ഇരിക്കുന്ന ഉമ്മമാരോട് ഞാൻ ചോദിക്കും, നിങ്ങളെ മക്കൾ ഇസ്ലാമിക വേഷവിധാനത്തിലാണോ കോളേജിലേക്ക് പോകുന്നത്? ആണോ? പറഞ്ഞാൽ അവരനുസരിക്കുന്നുണ്ടോ? ഇവിടെ ഇരിക്കുന്ന ചെറുപ്പക്കാരോട് ഞാൻ ചോദിക്കുകയാണ്, നിങ്ങളുടെ മക്കൾ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട വിധത്തിലാണോ, നിങ്ങളുടെ ഭാര്യമാർ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട വിധത്തിലാണോ വേഷവിധാനവുമായി പുറത്തിറങ്ങുന്നത്? ഇത് ഖുറാനിൽ കൽപ്പനയില്ലാത്തതുകൊണ്ടാണോ? ഇവിടെ പറഞ്ഞില്ലേ, ഒരു മാനേജ്മെന്റ് പറയുന്നു തട്ടമിടാതെ വരണം. 8ലും 9ലും 10ലൊക്കെ പഠിക്കുന്ന കുട്ടികളാണ്. ആ മാനേജ്മെന്റിന്റെ വാക്കെന്താണെന്നറിയോ? ഇവിടെ 9th-ലും 8th-ലും 10th-ലും ഒക്കെ പഠിക്കുന്ന 11th-ലൊക്കെ പഠിക്കുന്ന ധാരാളം കുട്ടികൾ തട്ടമിടാതെ വരുന്നു. ഇവർക്കെന്താ പ്രശ്നം? നിങ്ങളാ ചോദ്യം കേട്ടിട്ടില്ലേ ചാനലിൽ? അല്ലേ? നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ആ ചോദ്യം? എന്നെ വല്ലാതെ ചിന്തിപ്പിച്ചൊരു സംഭവമാണ് ആ പ്രിൻസിപ്പളുടെ ആ വാക്ക്. ഇവിടെ എത്രയോ കുട്ടികൾ, വേറൊരാൾ പറയുന്നു 50% മുസ്ലിം കുട്ടികൾ അവിടെ പഠിക്കുന്നത്. 1000 കുട്ടികളുണ്ടെങ്കിൽ 500 കുട്ടികൾ മുസ്ലിം കുട്ടികളാണ്. അത് ശരിയാണെങ്കിൽ, എന്നിട്ട് ഇവർക്കാർക്കും ഒരു പ്രശ്നമില്ല. ഇവർക്ക് എന്താ പ്രശ്നം എന്നാ ചോദിക്കുന്നത്. അതിനർത്ഥം എന്താണ്? ബാക്കി 11th-ലും 12th-ലും +1-ലും +2-ലും പഠിക്കുന്ന കുട്ടികൾക്ക് തട്ടം ഒരു പ്രശ്നമില്ല. ഇത് ഒരു സ്ത്രീ തൻ്റെ നഗ്നത മറക്കുക എന്ന് പറഞ്ഞ കൂട്ടത്തിലാണ് സർവശക്തനായ അല്ലാഹു തആല തട്ടത്തെ വിശദീകരിച്ചിട്ടുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. നിർബന്ധമായിട്ടാ ഖുർആൻ പറഞ്ഞത്. വൽയദ്രിബിന ബിഖുമുരിഹിന്ന അലാ ജുയൂബിഹിന്ന എന്ന പ്രയോഗം അവരുടെ മുഖമക്കനകൾ, അവരുടെ കുപ്പായത്തിൻ്റെ മാറുകൾക്ക് മീതെ അവർ തൂക്കിയിടണമെന്നതാണ് ഖുർആന്റെ കൽപ്പന. ഞാനിവിടെ ഉള്ള സ്ത്രീകളോട് പറയാണ്, നല്ല സ്വഭാവമുള്ള പെൺകുട്ടികൾ, നല്ല പെരുമാറ്റമുള്ള പെൺകുട്ടികൾ, വളരെ ഉഷാറായിട്ട് ഇസ്ലാമിക വേഷം അണിഞ്ഞവർ, കല്യാണത്തിന് ശേഷം നല്ല വേഷം അണിഞ്ഞവർ, പിന്നെ പല കോഴ്സുകൾക്ക് ചേർത്തി. നിങ്ങൾ ചിന്തിക്കണ്ടോ? പരിചയമുള്ള മുഖങ്ങളെക്കുറിച്ച് എനിക്ക് പറയാൻ കഴിയും. കല്യാണത്തിന് ശേഷം ചില കോഴ്സുകളിലേക്ക് ഭർത്താവോ അല്ലെങ്കിൽ കുടുംബമൊക്കെ സമ്മതിച്ച് ചേർന്നു. പതുക്കെ പതുക്കെ തട്ടം പോയി. ഇവിടെ ഉണ്ട്. ഞാൻ ഈ കരുനച്ചിയിലെ ചിത്രമല്ല ഈ പറയുന്നത്. നമ്മുടെ ഈ ഇടക്കരയുടെ മണ്ഡലത്തിൽ പരിശോധിച്ചാൽ കിട്ടും അങ്ങനത്തെ കുട്ടികളെ. അതിൽ സുന്നിയും മുജാഹിദും ജമാഅത്തും തബ്ലീഗും ഒക്കെ ഉണ്ടാവാം. എന്തു പറ്റിപ്പോയി? ആ കൂട്ടുകാരികൾക്കൊക്കെ അങ്ങനെയാണ് ഇഷ്ടം. പലരുടെയും പ്രലോഭനങ്ങൾ എങ്ങനെയാണ്? ഞാൻ എൻ്റെ പരലോകമാണ് നഷ്ടപ്പെടുത്തുന്നത് എന്ന ബോധം നമുക്ക് ഉണ്ടാവണം. അള്ളാഹ് ശപിച്ചു എന്ന് പറഞ്ഞ വിഷയത്തിൽപ്പെട്ടതാണ് എന്ത്? ലഅനല്ലാഹ്, അള്ളാഹ് ശപിച്ചു. ആരെറിയോ? അൽ മർഅത്ത, ഒരു സ്ത്രീയെ. എന്താണ് ആ സ്ത്രീയുടെ പ്രത്യേകത? അവൾ പുരുഷന്മാരെ പോലെ വേഷമണിയുന്നവളാണ്. ഇപ്പൊ ഇവിടെ വന്നിരിക്കുന്ന ഉമ്മമാർ, നിങ്ങളുടെ 8ലും 9ലും പഠിക്കുന്ന കുട്ടികള് ജീൻസിന്റെ പാൻറ്റും ടീഷർട്ടും ഇട്ട് പുറത്തിറങ്ങും. നിങ്ങൾ മിണ്ടൂല. ഒരു ചെറുതാണ്, 7th-ലാണ് 6th-ലാണ് എന്നാ പറയാ. ദീനി ചുറ്റുപാട് ചെറുപ്പത്തിലെ നമ്മൾ പരിശീലിപ്പിക്കണം. എന്നിട്ട് നമ്മൾ പറയാണ് +2 എത്തുമ്പോ അവള് പറഞ്ഞാൽ കേൾക്കും. ഇല്ല, ഉണ്ടാവലില്ലേ? ഇതൊക്കെ നമ്മുടെ വീട്ടിലും നാട്ടിലുമുള്ള അനുഭവങ്ങളാണ്. നമ്മുടെ മകളെ നമുക്കിഷ്ടമുള്ള സ്ഥലത്ത് പഠിപ്പിക്കാം. പക്ഷെ അള്ളാഹുവിൻ്റെ ദീൻ അനുസരിച്ച് ജീവിക്കാൻ പറ്റാത്ത ഒരു ക്യാമ്പസ് ഒരു മുസ്ലിം കുടുംബത്തിന് പറ്റുമോ? പറ്റുമോ സുഹൃത്തുക്കളെ? ഇതൊക്കെ ചർച്ച ചെയ്യണ്ടേ? ഇതൊരു ജനാധിപത്യ രാജ്യമാണ്. ഒരു സ്കൂളും അങ്ങനെ പറയാൻ പാടില്ല. അതൊക്കെ വേറെ. പക്ഷെ നമ്മളെക്കുറിച്ച് ആലോചിക്കുക. ഞാനൊരു ആ വിഷയത്തിൽ മാത്രം പറയാനല്ല ഇത് ഞാൻ നിങ്ങളുടെ മുമ്പിൽ സൂചിപ്പിക്കുന്നത്. നമുക്കൊരു നിലപാടുണ്ട്. ആ നിലപാട് നമ്മൾ ഫുലൈൽ ബിൻ അയ്യാൽ എന്ന് പറയുന്ന കാട്ടറബിയെ കുറിച്ച് നിങ്ങൾ ധാരാളമായി ആദ്യഘട്ടത്തിൽ ഒരു കാട്ടറബിയായി ജീവിച്ച മനുഷ്യനാണ്. താബീങ്ങളുടെ കാലഘട്ടത്തിൽ ജീവിച്ച ആളാണ്. വിശദീകരിക്കാൻ സമയമില്ല. നിങ്ങൾക്കൊക്കെ അറിയുന്ന ഒരു ആയത്തുണ്ട്, സൂറത്തുൽ ഹദീദ്. പിന്നെ സയൻസിന്റെ വശങ്ങൾ പറയാനല്ലത് പറയുന്നത്. ആ സൂറത്ത് ഒരായത്ത് കേട്ടിട്ടാണ് ഫുലൈൽ ബിൻ അയ്യാൽ എന്ന് പറയുന്ന മനുഷ്യൻ പൊട്ടി പൊട്ടി കരയുന്ന ഒരാളായി മാറിയത്. നമ്മൾ ആയത്ത് കേൾക്കാത്തവരാണോ? ഇവിടെ ഇരിക്കുന്ന പുരുഷന്മാരെ, എൻ്റെ ജേട്ടന്മാരെ, അനിയന്മാരെ, അള്ളാഹുവിൻ്റെ ഖുർആൻ കേൾക്കാത്തവരാണോ? മുണ്ടയിൽ, എടക്കരയിൽ, പിന്നെ നാരോക്കാവിൽ,
അങ്ങ് കമ്പളക്കല്ലിൽ കരുനച്ചിയിലൊക്കെ ഖുർആൻ പഠിക്കാനുള്ള സംവിധാനങ്ങൾ, മണിമൂളിയിൽ ഒക്കെ ഖുർആൻ പഠിക്കാനുള്ള സംവിധാനമുണ്ട്. നമ്മൾ ആയത്ത് കേൾക്കാത്തവരല്ല, നമ്മൾ ഹദീസ് കേൾക്കാത്തവരല്ല. ഒരൊറ്റ ആയത്ത് കേട്ടിട്ടാണ് ഒരു ദിവസം ഉമ്മമാരെ, പെങ്ങന്മാരെ, ഒരു ദിവസം 1ൽ കൂടുതൽ സ്ത്രീകളെ ഞാൻ വ്യഭിചരിക്കുമെന്ന് ബെറ്റടിച്ച മനുഷ്യനാണ് ഫുലൈൽ ബിൻ അയ്യാദ്. കൂട്ടുകാരോട് പറഞ്ഞു, ഞാൻ എല്ലാ ദിവസവും 1ൽ കൂടുതൽ സ്ത്രീകളെ വ്യഭിചരിക്കും. അതൊരു ബെറ്റടിച്ചു, പന്തയം വെച്ചു. എന്നിട്ടിങ്ങനെ നടക്കുക. അങ്ങനെ ധാരാളം സ്ത്രീകൾ അദ്ദേഹത്തിന് കിട്ടും, അദ്ദേഹം തേടിപ്പിടിക്കും. ഇന്ന് എന്ന് പറഞ്ഞാൽ ഈ ചരിത്ര സംഭവം നടക്കുന്ന അന്ന് ഫുലൈൽ ബിൻ അയ്യാദിന്റെ ഇഷ്ടത്തിനും ഇംഗിതത്തിനും അനുസരിച്ച് ഒരു സ്ത്രീയെയും കിട്ടിയില്ല. പന്തയം വെച്ച ചോദിക്കൂ, ഇനിയുണ്ടോ? പരാജയപ്പെട്ടില്ലേ? ഉറപ്പിച്ചില്ലേ? ഫുലൈൽ പറഞ്ഞു, ഇല്ല. എൻ്റെ വീടിൻ്റെ തൊട്ടപ്പുറത്ത് ഒറ്റയ്ക്ക് താമസിക്കുന്ന ഒരു ഉമ്മണ്ട്. ആ ഉമ്മാൻ്റെ അടുത്ത് ആ ഉമ്മയുടെ ഭർത്താവില്ല, ആ ഉമ്മയുടെ മക്കളില്ല. ആ ഈത്തപ്പന ഓല കൊണ്ട് മെടഞ്ഞുണ്ടാക്കിയ കുടിലിൽ ആ ഉമ്മ ഒറ്റക്കാണ്. അതുകൊണ്ട് എൻ്റെ പന്തയം വിജയിക്കാൻ, ഞാൻ വിജയിച്ചിരിക്കുന്നു എന്ന് പ്രഖ്യാപിക്കാൻ എൻ്റെ ഉമ്മക്ക് അതേ പ്രായമുള്ള ആ സ്ത്രീയുടെ അടുക്കിലേക്ക് ഞാൻ പോവാൻ തീരുമാനിച്ചിരിക്കുന്നു. കാമഭ്രാന്തനായി, വൈകാരികമായ ഭ്രാന്തനായി ഫുലൈൽ ബിൻ അയ്യാദ് എന്ന് പറയുന്ന മനുഷ്യൻ ആ കുടിലിൻ്റെ അടുത്ത് ചെന്നു. ഈത്തപ്പന ഓല കൊണ്ട് മറച്ചുണ്ടാക്കിയ വീടാണ്, ഈത്തപ്പന ഓലയുടെ വാതിലാണ്. അതങ്ങ് വലിച്ച് പുറത്തേക്ക് തുറന്ന് ഫുലൈൽ ഉള്ളിലേക്ക് പ്രവേശിച്ചു. ആ സമയത്ത് സൂറത്തുൽ ഹദീദ്, ഇരുമ്പിൻ്റെ അധ്യായമുണ്ടല്ലോ, ആ അധ്യായത്തിലെ ഒരു ആയത്ത്, ഈ ഉമ്മ ഇങ്ങനെ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഫുലൈൽ വാതിൽ തുറന്ന് അങ്ങോട്ട് വരുന്നത്. ഈ ആയത്ത് ഇങ്ങനെ ഓതി ഈ ഉമ്മ അത് കണ്ട് നിർത്തി. ആയത്ത് ഏതാണെന്നറിയോ? അലം യഇനി ലില്ലദീന ആമനു അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹ്. ഒരൊറ്റ ആയത്ത് നിങ്ങൾ 4, 10, 15, 20 ദിവസം കേട്ടിട്ട് നമ്മൾ വീട്ടിലേക്ക് മടങ്ങുമ്പോൾ, പ്രിയപ്പെട്ടവരെ, വന്നവരെ പോലെയാണ് മടങ്ങാൻ തീരുമാനിച്ചതെങ്കിൽ, ഇന്നലെ ജീവിച്ചവരെ പോലെ തന്നെയാണ് നാളെയും നമ്മൾ ജീവിക്കാൻ തീരുമാനിക്കുന്നതെങ്കിൽ മാറ്റം ഈ സംസാരം കൊണ്ടില്ല. ഈ ഒരൊറ്റ ആയത്ത് ഫുലൈലിന്റെ കർണപുടത്തിൽ ചെന്നടിച്ചു. അത് വാരിയല്ല് കൊണ്ട് മൂടപ്പെട്ട ഹൃദയത്തിനുള്ളിലേക്ക്, തലയോട്ടികൊണ്ട് ഭദ്രമാക്കിയ തലച്ചോറിനുള്ളിലേക്ക് ഫുലൈലിന്റെ അതേ അകത്തലങ്ങളിലേക്ക് കയറി ചെന്നു. എന്നിട്ട് ഫുലൈൽ ഇങ്ങനെ ചിന്തിച്ചു. ഫുലൈൽ അറബി ഭാഷ അറിയുന്ന ആളാണല്ലോ. ശരി, പുറത്തേക്കിറങ്ങി വീട്ടിലേക്ക് ഓടി. ഈ വിരലിങ്ങനെ ഉയർത്തിപ്പിടിച്ചിട്ട് ഫുലൈൽ പറഞ്ഞു, ആ ഉമ്മ പറഞ്ഞ വാക്കാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇവിടെ വന്നു പോയതെങ്കിൽ എനിക്ക് വൈകിപ്പോയി, ഞാനിതാ മുസ്ലിമാകുന്നു എന്ന് പറഞ്ഞ് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് എന്ന് പ്രഖ്യാപിച്ചു ഫുലൈൽ ബിൻ അയ്യാദ്. ഈ ഫുലൈൽ ബിൻ അയ്യാദ് കേട്ട ആയത്തിന്റെ അർത്ഥം എന്താ അറിയോ? മനുഷ്യന്മാരെ, വിശ്വാസമുള്ളവരെ, വിശ്വാസികളെ, നിങ്ങളുടെ കൽബുകൾക്ക്, നിങ്ങളുടെ ഹൃദയങ്ങൾക്ക് അള്ളാഹുവിനെ കുറിച്ച് ആലോചിച്ചിട്ട് പേടിക്കാൻ സമയമായിട്ടില്ലേ? വിറക്കാൻ സമയമായിട്ടില്ലേ? പിടക്കാൻ സമയമായിട്ടില്ലേ? ഈ ഒരൊറ്റ ആയത്ത ഫുലൈൽ കേട്ടത്. എന്നിട്ട് ഭർത്താവിനെ ചതിച്ചുകൊണ്ട് ചാറ്റിംഗ് നടത്തുന്ന സ്ത്രീകൾ ഈ കൂട്ടത്തിലുണ്ടെങ്കിൽ, ഭാര്യയെ ചതിച്ച് ഇരുട്ടിന്റെ മറവിൽ, പ്രിയപ്പെട്ടവരെ, അവിഹിതങ്ങളെ തേടി പോകുന്നവർ ഈ കൂട്ടത്തിലുണ്ടെങ്കിൽ, നമ്മൾ ഏത് ഖുർആൻ ക്ലാസ്സാണ് നമ്മുടെ ഹൃദയത്തിലേക്ക് ഇറങ്ങിയത്? ഏതായത്താണ് നമ്മുടെ മനസ്സുകളിലേക്ക് ഫലിച്ചത് എന്ന് നമ്മൾ ആലോചിക്കണം. ഏതായത്താണ് നമുക്ക് ഫലിച്ചത്? ഏത് ഹദീസാണ് നമുക്ക് ഫലിച്ചത്? ഞാൻ മണിക്കൂറുകൾ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഓരോ ക്ലാസ് കഴിഞ്ഞു പോകുമ്പോഴും പ്രിയപ്പെട്ടവരെ, എന്റെയും നിങ്ങളുടെയും ഹൃദയത്തിനുള്ളിൽ അള്ളാഹുവിന്റെ ഖുർആനാണ് ഞാൻ കേട്ടത്. എൻ്റെ കുടുംബം ഇസ്ലാമികമായ ഒരു കുടുംബമായി മാറണം. മനുഷ്യരാണ് നമ്മൾ, തെറ്റുപറ്റും. കുല്ലു ബിനി ആദം ഖതാഉൻ, ആദമിന്റെ മക്കളായി പിറന്നവരൊക്കെ തെറ്റ് ചെയ്യുന്നവരാണ്. പക്ഷേ വഖൈറുൽ ഖതാഈന, തെറ്റു ചെയ്യുന്നവരിൽ ഏറ്റവും നല്ലവർ അത്തവ്വാബൂൻ, തെറ്റാണെന്ന് മനസ്സിലായാൽ പശ്ചാത്തപിച്ചു മടങ്ങുന്നവരാണ്. ഇതേ ഇന്നലകളിൽ ഞാൻ നേരെ തട്ടമിട്ടവളായിരുന്നു. ഇന്ന് ഞാൻ കോളേജിലേക്ക് പോകാൻ തുടങ്ങിയപ്പോൾ
ആൺകുട്ടികൾ ബെസ്റ്റി, അതുപോലെ തന്നെ തൻ്റെ ലവർ പലരുമുണ്ട്. പലരും സംസാരിക്കാൻ വരുന്നു. നിന്റെ തട്ടം നിനക്ക് ഭംഗിയില്ലെന്ന് പറയുമ്പോൾ, നിന്റെ മഫ്തയുടെ ഈ പിന്ന് അഴിക്കലാണ് നിനക്ക് ഭംഗി എന്ന് പറയുമ്പോൾ, താൽക്കാലികമായ നൈമിഷികമായ നശ്വരമായ ഒരു സുഖത്തിന് വേണ്ടി, വർത്തമാനത്തിന്റെ ഈ കിളിക്ക് വേണ്ടി നിന്റെ തട്ടം നീ മാറ്റിവെക്കുമ്പോ നീ മറന്നുപോയത് വരാനിരിക്കുന്ന പാരത്രികമായ ലോകത്തെക്കുറിച്ചാണ്. വരാനിരിക്കുന്ന പാരത്രികമായ ലോകത്തെക്കുറിച്ചാണ്. ആ അർത്ഥത്തിൽ ചിന്തിക്കാൻ നമുക്ക് കഴിയണം. ഇല്ലെങ്കിൽ പിന്നെ എന്തിനാണ്? എത്ര മനുഷ്യരാണ് ഈ ക്ലാസ്സിൽ നിന്ന് കേട്ടത്? ഇത് ഓൺലൈനിലൂടെ കേട്ടവരും കേൾക്കുന്നവരും ഉണ്ടാകും. പ്രിയപ്പെട്ടവരെ, ഇത് എൻ്റെ മഹലാണ്. ഈ മഹലിൽ ജനിച്ച ഒരു വ്യക്തി എന്ന നിലക്ക് ഞാൻ എൻ്റെ അനിയത്തിമാരോടും അനിയന്മാരോടും പറയുകയാണ്. ഇവിടെ എക്സൈസ് ഉദ്യോഗസ്ഥന്മാർ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഒരു ഫോൺ വന്നു. ഫോണിലേക്ക് ഇന്ന കുട്ടിയെ അറിയോ എന്ന് ചോദിച്ചിട്ടാണ് വിളിച്ചത്. ഇന്ന കുട്ടിയെ അറിയോ? ആ കുട്ടിയെക്കുറിച്ച് ചോദിച്ചപ്പോൾ എന്തിനാണ് എന്ന് അന്വേഷിക്കുമ്പോൾ, സുഹൃത്തുക്കളെ, അതിൻ്റെ കൂടെ ചേർത്തി പറയുന്ന കുറെ പേരുകൾ കേട്ടപ്പോൾ വല്ലാത്ത ദുഃഖം മനസ്സിലേക്ക് കടന്നു വരികയാണ്. നമ്മൾ പ്രതീക്ഷിക്കാത്ത ചില കുട്ടികൾ അവർ ലഹരിക്കടിമയായിരിക്കുന്നു, അതല്ലെങ്കിൽ അതിൻ്റെ കച്ചവടക്കാരായി മാറുന്നു, അതല്ലെങ്കിൽ അതിന് കൂട്ടുനിൽക്കുന്നവരായി മാറുന്നു. രാത്രി 9 മണി 10 മണിയാകുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നു. വീടിന്റെ മുന്നിൽ റോഡ് സൈഡുകളിൽ 1-2 ബൈക്കുകളിൽ 3 ആറാളുകളായി ഇരിക്കുന്നു, 4 പേരായി ഇരിക്കുന്നു, വർത്തമാനങ്ങൾ പറയുന്നു. കണ്ടാൽ അസ്വാഭാവികമായി ഒന്നും തോന്നുന്നില്ല. പക്ഷേ അവർ ലിസ്റ്റിലുണ്ട്. അവരുടെ കുടുംബ പശ്ചാത്തലം എന്ത് എന്ന് ചോദിച്ച് വിളിക്കുമ്പോൾ വല്ലാത്ത ദുഃഖം തോന്നുകയാണ്. നമ്മൾ മദ്രസയിൽ പഠിച്ചവരാണ് അല്ലേ മക്കളെ? നമ്മൾ മദ്രസയിൽ പഠിച്ചവരാണ്. ആൺകുട്ടികൾ മാത്രമല്ല, പെൺകുട്ടികൾ പോലും ഇതിൻ്റെ കച്ചവടക്കാരായി മാറുന്നു എന്ന ഗ്രാമങ്ങളിൽ നിന്നുള്ള വാർത്തകൾ നമ്മെ വേദനിപ്പിക്കേണ്ടതുണ്ട്, ചിന്തിപ്പിക്കേണ്ടതുണ്ട്. വരും ദിവസങ്ങളിൽ, വരും വർഷങ്ങളിൽ ഇത് വർദ്ധിച്ചു വരുന്ന ഒരു ദുരവസ്ഥ ഞാനും നിങ്ങളും കാണും. അതിനാണ് ഈ വിജ്ഞാനവേദിയൊക്കെ സംഘടിപ്പിക്കുന്നത്. ഈ ഒരു ബോധം നമ്മുടെ ഹൃദയത്തിലേക്ക് ഇട്ടുതന്ന് എന്നെയും നിങ്ങളെയും ചിന്തിപ്പിക്കാനാണ്. അതുകൊണ്ടൊന്ന് കുടുംബമായി ഇരുന്ന്, ഭാര്യയും ഭർത്താവും മക്കളും ഒക്കെ ഒന്ന് അടുത്തിരുന്ന് ഒന്ന് വർത്തമാനം പറഞ്ഞ്, അള്ളാഹുവിൻ്റെ ഖുർആൻ ഒന്ന് ചർച്ച ചെയ്ത്, ഹദീസുകൾ ചർച്ച ചെയ്ത്, ഒരു കുടുംബത്തിനുള്ളിൽ ഇസ്ലാമികമായ സംസാരം ഉണ്ടാകണം. തൻ്റെ SSLCക്ക് പഠിക്കുന്ന മോനോട് ഉമ്മാക്കൊന്ന് ഉപദേശിക്കാൻ കഴിയുന്നില്ല. +2 പഠിക്കുന്ന മോളോട് ഉമ്മാക്കൊരു ഉപദേശം കൊടുക്കാൻ പറ്റുന്നില്ല. അഡ്വൈസ് വരുമ്പോഴേക്ക് അങ്ങനെ കോരിത്തരിക്കുകയാണ്, എടുത്ത് ചാടുകയാണ്, ഉമ്മയോട് കുതർക്കം നടത്തുകയാണ്, അടിക്കാൻ കൈയോങ്ങുകയാണ്. അതാണ് പുതിയ തലമുറ. അവിടെ ഒരു വാപ്പ എന്ന നിലക്ക് എൻ്റെ മക്കൾക്ക് മുമ്പിൽ ഒരു റോൾ മോഡലാകാൻ, ഒരു ഉമ്മ എന്ന നിലക്ക് എൻ്റെ മക്കൾക്ക് മുന്നിൽ ഒരു റോൾ മോഡലാകാൻ എനിക്കും നിങ്ങൾക്കും സാധിച്ചോ? നമ്മുടെ കുട്ടികളുടെ പാൻറ് ഒന്നെടുത്ത് നോക്കി, ഇപ്പോ പരിശോധിച്ച് നോക്ക്. നെരിയാണിക്ക് മുകളിലാണ് പെൺകുട്ടികൾ. അത് ആൺകുട്ടികൾക്കാണ് അള്ളാഹുവിന്റെ ദീന് പറഞ്ഞത്. ഒരു സിനിമ നടി കാണിച്ചു കൊടുത്തതാ, ഒരു സെലിബ്രിറ്റി കാണിച്ചു കൊടുത്തതാ. ഉടനെ പെൺകുട്ടികൾ പാൻറ് കയറ്റി അവരെ പാദസരം കാണണം, ഒരു കാലിൽ മാത്രം കെട്ടിയ നൂല് കാണണം. അതൊക്കെയാണ് കോളേജിൽ ഇഷ്ടം. ആര് പറഞ്ഞതാ? ഒരൊറ്റ സിനിമയിൽ, ഒരൊറ്റ അഭിനയത്തിലൂടെ ഒരു സെലിബ്രിറ്റി ഇഷ്ടപ്പെടുന്ന ഒരു നടി, ഒരു നടൻ കാണിച്ചു കൊടുത്താൽ അപ്പ സ്വീകരിക്കാൻ റെഡിയാ. അത് അന്ന് മുതൽ പ്രാക്ടീസ് ചെയ്യാൻ അവർ റെഡിയാണ്. എന്നാൽ 1400 കൊല്ലങ്ങളായി പള്ളിയിൽ നിന്ന്, മിമ്പറുകളിൽ നിന്ന്, ഖുർആൻ ക്ലാസുകളിൽ നിന്ന്, മദ്രസകളിൽ നിന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ തങ്ങളായ മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ് പറഞ്ഞു കൊടുത്താലോ? കേറുന്നില്ല നമ്മുടെ മക്കൾക്ക്. എന്നാൽ ഒരൊറ്റ അഭിനയത്തിലൂടെ കാണിച്ചു കൊടുത്താലോ എത്ര ആളുകളാണ് സ്വീകരിക്കാൻ റെഡി? അങ്ങനെയാണ് അവർ ഇഷ്ടപ്പെടുന്ന ഡ്രസ്സ് തീരുമാനിക്കുന്നത്. ദീനൊന്നുമല്ല, മതമൊന്നുമല്ല, അതൊക്കെ ഇഷ്ടപ്പെട്ട നടന്മാരും നടിമാരും പറയുന്നതാ. നമ്മുടെ മുടി പോലും പടച്ചവൻ ഒരു പരീക്ഷണമോ അനുഗ്രഹമോ ആയി തന്ന നമ്മുടെ മുടിയുടെ ഹെയർ സ്റ്റൈൽ പോലും തീരുമാനിക്കുന്നത് സ്ക്രീനിൽ മിന്നി മാഞ്ഞു പോകുന്ന നടന്മാരും നടിമാരുമാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, കാലെങ്ങനെ പോവുകയാണ്? ഇതൊക്കെ നിങ്ങൾക്ക് പറയാം. ഈ കാലത്തിനനുസരിച്ച് മക്കളെ കിട്ടണ്ടേ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ നിർവഹിക്കേണ്ട ഉത്തരവാദിത്വം നിർവഹിച്ചിട്ടുണ്ടോ എന്ന്
വളരെ ആത്മാർത്ഥമായി പരിശോധിക്കണം. ഇതൊക്കെ അറിഞ്ഞിട്ടും മദ്രസയിൽ പഠിച്ചിട്ടും ആ 10ാം ക്ലാസ് വരെ നേരെ ജീവിച്ചിട്ട്, +2 വരെ നേരെ ജീവിച്ചിട്ട്, ഡിഗ്രി വരെ നേരെ ജീവിച്ചിട്ട്, കല്യാണത്തിന് ശേഷം എല്ലാ വേഷവിധാനവും മാറി 4 സൈഡ് ഓപ്പണായ ചുരിദാറുകൾ ഇട്ട് അല്ലെങ്കിൽ പാൻറ്റും ടീഷർട്ടും ഇട്ട് ഒരു നേരെ ടെക്സ്റ്റൈൽസിൽ പോയി നമ്മുടെ മൂത്ത മോക്കൊരു സാധാരണ ചുരിദാർ ചോദിച്ചാൽ കിട്ടാത്ത അവസ്ഥ എടക്കരയിലും നിലമ്പൂരിലും മഞ്ചേരിയിലും ഒക്കെ വന്നു കഴിഞ്ഞു. അവർ പറയും നിങ്ങൾ ഏത് ലോകത്താ, ഇതൊന്നും കുട്ടികൾക്ക് വേണ്ട, കുട്ടികൾക്ക് ഇഷ്ടം പാൻറ്റിനൊപ്പം നിൽക്കുന്ന ടോപ്പ്, അങ്ങനെയാണ് കൈയൊന്ന് ഉയർത്തിയാൽ വയറ് കാണുന്ന അവസ്ഥയിലുള്ള ടോപ്പ് കുട്ടികൾക്ക് ഇഷ്ടം, ഇതൊക്കെയാണ് ഇപ്പോഴത്തെ മോഡല് എന്നാണ് പറയുക. ഇതിനനുസരിച്ചാണ് നമ്മുടെ ഗമനമെങ്കിൽ എന്തിനാണ് നമ്മുടെ ഖുർആൻ ക്ലാസ് എന്ന് ഗൗരവത്തോടു കൂടി ആലോചിക്കണമെന്ന് മാത്രമേ ഞാൻ ഈ സമയത്ത് പറയാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ. മരിക്കണം നമുക്ക്, അല്ലേ? നമുക്ക് മരിക്കണം പ്രിയപ്പെട്ടവരെ. ഇവിടുന്ന് ഈ ക്ലാസ് കേൾക്കാൻ ഈ പരിസര പ്രദേശത്തുള്ള പലരും വന്നിട്ടുണ്ട്. ഇന്നല്ലെങ്കിൽ നാളെ മരിക്കേണ്ടവരാണ് നമ്മൾ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ മക്കളെ പോലെ 10,000-കണക്കിന് മക്കളാണ് ഫലസ്തീനിൻ്റെ മണ്ണിൽ മരിച്ചു വീണത്, അല്ലേ പ്രിയപ്പെട്ടവരെ? എത്രയെത്ര കുട്ടികളാണ്, കുരുന്നുകളാണ് നിലവിളി ഉയർന്നുകൊണ്ട് അവസാന ശ്വാസത്തിന് വേണ്ടി നിലവിളി ഉയർത്താൻ പോലും ആവാതെ ഒരു തുള്ളി വെള്ളത്തിന് വേണ്ടി യാചിക്കുന്ന അവസ്ഥ ഞാനും നിങ്ങളും കണ്ടിട്ടുണ്ട്. അള്ളാഹു അവർക്ക് പ്രതിഫലം നൽകുമാറാകട്ടെ, ഷഹാദത്തിൻ്റെ കൂലി അള്ളാഹു അവർക്ക് നൽകുമാറാകട്ടെ. നമ്മൾ എത്രമാത്രം സ്നേഹിക്കുന്നു നമ്മുടെ മക്കളെ, എത്രമാത്രം ചേർത്ത് പിടിക്കുന്നു നമ്മുടെ മക്കളെ. ആ മക്കൾ നമ്മെ വിട്ട് പിരിയുമ്പോഴുള്ള വേദന എത്രമാത്രമായിരിക്കും സുഹൃത്തുക്കളെ. ഇന്നിവിടെ പ്രസംഗിച്ച മുഹമ്മദ് കുട്ടി കണ്ണിയൻ ഒരു പ്രസംഗത്തിലൂടെ പറഞ്ഞു, എനിക്കറിയില്ല, ഒരു പ്രസംഗത്തിൽ പറയുന്നുണ്ട്, അദ്ദേഹം ഒരു സർജനാണല്ലോ, അദ്ദേഹത്തിൻ്റെ അടുത്ത് ഒരു കല്യാണം കഴിഞ്ഞ് ദിവസങ്ങളായി, ആകെ വളരെ കുറഞ്ഞ ദിവസം ആയിട്ടുള്ളൂ, ഭർത്താവെന്തോ വീണ്, ഭർത്താവിനെന്തോ അപകടം സംഭവിച്ചിട്ട് ഈ കുട്ടിയും ഭർത്താവും കൂടി ഹോസ്പിറ്റലിൽ എത്തുകയാണ്. അയാളെ വാഹനത്തിൽ കയറ്റി കൊണ്ടുവന്നതാണ്. ഉടനെ ഭാര്യൻ്റെ വാപ്പ ഈ കണ്ണിയനോട് ഒരു പ്രത്യേക പെർമിഷൻ വാങ്ങി ഉള്ളിൽ കയറുക. എന്നിട്ട് ചോദിക്കണം, എന്താ അറിയോ, സർജറി കഴിഞ്ഞിട്ടില്ല, ഡിസ്ചാർജ് ആയിട്ടില്ല, ട്രീറ്റ്മെൻറ്റ് പൂർണ്ണമായിട്ടില്ല, 1 മിനിറ്റ് എന്ന് പറഞ്ഞ് സൈഡിലേക്ക് നിർത്തി ചോദിക്കണം, എന്താ അറിയോ, എന്താ സാധ്യത രക്ഷപ്പെടാൻ? എങ്ങനെ മരണം എന്നല്ല ചോദിക്കണത്, കയ്യും കാലൊക്കെ ശരിയാവൂലേ, ഒന്ന് നേരെ തുറന്ന് പറഞ്ഞു തരണം. ശരിയാവൂലെങ്കിൽ ഇപ്പം തന്നെ വല്ലാണ്ട് ഒഴിവാക്കാനാണ്, മനസ്സിലായോ? ഇപ്പം തന്നെ ഒഴിവാക്കാനാണ്, കാരണം ജീവിച്ച് തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോൾ നോക്ക് നിങ്ങൾ, ആ ഡോക്ടർ പറയാണ്, സുഹൃത്തെ, ഒരു സർജറി തുടങ്ങിയിട്ടില്ല, എന്തൊക്കെയാണ് സംഭവിച്ചതെന്ന് പരിശോധന തുടങ്ങിയിട്ടില്ല, അപ്പോഴേക്കും നിങ്ങൾക്കറിയേണ്ടത് ത്വലാഖ് നടത്തണോ നടത്തണ്ടേന്നാണ്. നിങ്ങൾ ആലോചിക്ക്, ഭൗതികമായ ലോകത്തെ ആഗ്രഹിച്ചു കൊതിച്ചു നിൽക്കുന്ന ഒരു ലോകത്തിലേക്കാണ് ഈ പുതിയ ലോകം പോയിക്കൊണ്ടിരിക്കുന്നത്. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. മരണം ഇന്നല്ലെങ്കിൽ നാളെ നമ്മുടെ തൊണ്ടക്കുടിയിൽ പ്രിയപ്പെട്ടവരെ എത്തും, ഉറപ്പാണ്. ചെരുപ്പിന്റെ വാറോളം അടുത്തു നിൽക്കുന്നു. എപ്പോഴാണ് മരിക്കുക എന്ന് ഒരാൾക്കും പറയാൻ കഴിയില്ല. ഇതൊക്കെ വിശദീകരിക്കേണ്ട ആവശ്യമല്ല. വയനാട്ടിലത്തെ സംഭവം എന്ന് പറഞ്ഞാൽ തന്നെ ഓർമ്മയായി. ഓല് ഉറങ്ങി 1:30 2 മണിക്ക് ഈ ചുങ്കത്തരൻ്റെ ഈ മുണ്ടേരിയുടെ ചാലിയാറിൻ്റെ പുഴയിൽ ഞങ്ങളുടെ മയ്യത്തുണ്ടാകുമെന്ന് അവരൊരിക്കലും മനസ്സിൻ്റെ ഒരു കോർണറിൽ പോലും കരുതിയിട്ടില്ല. എങ്കിൽ അവരവിടെ കിടന്നുറങ്ങുമായിരുന്നില്ല, ചൂരൽ മലയിൽ കിടന്നുറങ്ങുമായിരുന്നില്ല, മുണ്ടക്കൈയിൽ കിടന്നുറങ്ങുമായിരുന്നില്ല. ഞങ്ങൾ നാളെ ചാലിയാറിൻ്റെ മണ്ണിൽ ഞങ്ങളുടെ മയ്യത്തുകൾ പൊറുക്കുന്നൊരവസ്ഥ വരും. വലയിട്ട് പിടിച്ചില്ലേ നമ്മുടെ നാട്ടിൽ 200 ചില്ലാൻ മയ്യത്തിന്റെ പൂർണ്ണവും ഭാഗികവുമായ ഭാഗങ്ങൾ പിടിച്ചില്ലേ സുഹൃത്തുക്കളെ? ഇത് കണ്ടിട്ട് എന്റെയും നിങ്ങളുടെയും മനസ്സ് മാറ്റത്തിന് വിധേയമായിട്ടുണ്ടോ? ഉണ്ടോ? 2000-ലധികം സലഫി പള്ളികൾ കേരളത്തിന്റെ മണ്ണിലുണ്ടായിട്ട് പ്രിയപ്പെട്ടവരെ, നമുക്കൊക്കെ അതിൽ എന്ത് റോൾ ഉണ്ടായിട്ടുണ്ട് നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ? 10,000-കണക്കിന് മദ്രസുകൾ കേരളക്കരയിൽ ഉണ്ടായിട്ട് നമുക്കൊക്കെ എന്ത് റോളുണ്ട് എന്ന് നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ? ഉണ്ടോ? ഇങ്ങനെ ചിന്തിക്കാൻ സമയമായിട്ടുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ ചുരുക്കം. ഞാൻ അവസാനിപ്പിക്കുകയാണ്. സർവശക്തനായ അള്ളാഹു എനിക്കും നിങ്ങൾക്കും ചിന്തിക്കാനുള്ള കഴിവ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഉമ്മമാരെ, മലക്കുകൾ വന്ന് മുഖത്തും മുതുകിലും അടിച്ചിട്ട് നമ്മുടെ ഉമ്മാനെ മരിപ്പിക്കുമ്പോൾ അള്ളാഹു തആല നമ്മുടെ ഉമ്മമാർക്ക് ദീർഘായുസ് കൊടുക്കുമാറാകട്ടെ. ഉമ്മയെ മരിപ്പിക്കുമ്പോൾ, വാപ്പയെ മരിപ്പിക്കുമ്പോൾ ഒരൊറ്റ മനുഷ്യനും അതിൻ്റെ ഒരു മൈന്യൂട്ട് പോയിന്റ് പോലും തടുത്തു നിർത്താൻ ആരുമുണ്ടാവില്ല. ഒറ്റക്ക് സഹിക്കണം. മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കരഞ്ഞു പോയിട്ടുണ്ട്. മരണത്തിൻ്റെ സമയത്ത് കാല് ചുരുട്ടിയിട്ടുണ്ട്, കാല് നിവർത്തിയിട്ടുണ്ട്. എനിക്ക് കഴിയുന്നില്ല ആയിഷ എന്ന് പറഞ്ഞിട്ടുണ്ട്. ആയിഷ ബീവിന്റെ തോളിലേക്ക് ചെരിഞ്ഞു കടന്നു. ആദ്യം അള്ളാന്റെ റസൂലാണ്,
അള്ളാന്റെ റസൂലാണ്. മടിത്തട്ടിലേക്ക് കൂർന്നിറങ്ങി കാല് ചുരുട്ടുന്നു, കാല് നിർത്തുന്നു. യാ ആയിഷ ഇന്നലിൽ മൗതി ലസക്കറാത്ത്. ആയിഷ, മരണത്തിന് എന്തൊരു വേദനയാണ് ആയിഷ എന്ന് വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. ആ വേദന പ്രിയപ്പെട്ടവരെ ഇന്നല്ലെങ്കിൽ നാളെ ഞാനും നിങ്ങളും അനുഭവിക്കേണ്ടവരാണ്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഏൽക്കേണ്ടി വന്ന വേദനയല്ല നമുക്കുള്ളത്. മുഹമ്മദ് മുസ്തഫ മുത്തുനബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ മുസ്ലിം ഉമ്മത്തിന്റെ മുന്നിലെ നേതാവാണ്, റഹ്മത്തുൽ ലിൽ ആലമീനാണ്. അവിടത്തേക്ക് പോലും സഹിക്കാൻ പറ്റിയിട്ടില്ല. അപ്പൊ അടികൊണ്ട് മരിക്കുന്നൊരവസ്ഥ നമുക്കുണ്ടാകരുത്. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. നിഷിദ്ധങ്ങളിൽ നിന്ന്, ഹറാമുകളിൽ നിന്ന് മാറി നിൽക്കാൻ എന്തൊക്കെയാണ് എന്ന് നമുക്കറിയാം, വിശദീകരിക്കേണ്ടതില്ല. മാറി നിൽക്കാൻ കഴിവിൻ്റെ പരമാവധി പലരെയും കുറിച്ച് ഇങ്ങനെ പഠിക്കുമ്പോണ്ടല്ലോ പറയാൻ മടി തോന്നുന്നു. പലരെയും കുറിച്ച് പഠിക്കുമ്പോൾ ഒരു ഫോണ് ഒരു സ്ത്രീയോട് സംസാരിക്കാൻ കിട്ടിയാൽ പിന്നെ എന്തൊക്കെയോ കാട് കയറി സംസാരിക്കുക, വിഷയം പറഞ്ഞ് അവസാനിപ്പിക്കുകയല്ല. മാറി വന്ന നമ്പറിലേക്ക് 4 വട്ടം വിളിക്കുമ്പോൾ പിന്നെ അവള് വശംവദയായി മാറുക. ഇതൊക്കെ നിസ്കരിക്കുന്ന സ്ത്രീകളുടെ കൂട്ടത്തിൽ നിന്ന് 2 മക്കളെ ഉപേക്ഷിച്ച് കാമുകന്റെ കൂടെ പോവുക. ഒരേ റൂട്ടിലോടുന്ന ബസ്സിൽ പ്രിയപ്പെട്ടവരെ 4 വർഷം ഒരു കോഴ്സിന് പോയിട്ട് 3 മക്കളെ ഉപേക്ഷിച്ച് പ്രവാസിയായ ഭർത്താവിനെ കണ്ണീര് കുടിപ്പിച്ച് ആ മനുഷ്യനെ വിട്ടേച്ചുകൊണ്ട് അയാൾ വാങ്ങിക്കൊടുത്ത കാറും എടുത്ത്, അയാൾ വാങ്ങിക്കൊടുത്ത സ്വർണവും എടുത്ത്, അയാൾ അയച്ചു കൊടുത്ത ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്ത് വിശ്വസിച്ച് അവളുടെ പേരിൽ ചെക്ക് ഒപ്പിട്ട് കൊടുത്ത പണവും പ്രിയപ്പെട്ടവരെ പിൻവലിച്ച് ആ ബസ് കണ്ടക്ടറുടെ കൂടെ യാത്രയാവുകയാണ്. നോക്കൂ നിങ്ങൾ, പൊട്ടിക്കരഞ്ഞ മനുഷ്യൻ കൊട്ടാരം പോലെ ഉണ്ടാക്കിയ വീടിന്റെ മുന്നിൽ നിന്ന് കരയുന്ന രംഗം നമ്മൾ വായിക്കുകയാണ്. ഇതൊക്കെ എവിടേക്കാണ് ഈ ഉമ്മത്തിൽപ്പെട്ടവരും അല്ലാത്തവരും നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്? അതുകൊണ്ട് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഹറാമുകളിൽ നിന്ന് കഴിവിൻ്റെ പരമാവധി നിർബന്ധമാണ്. കഴിവിൻ്റെ പരമാവധി എന്നല്ല, നിർബന്ധമായും സൂക്ഷ്മത പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ അള്ളാഹു തൗഫീക്ക് നൽകുമാറാകട്ടെ. ജീവിതത്തിൽ വന്നുപോയ എല്ലാ തെറ്റുകുറ്റങ്ങളും അള്ളാഹു തആല നമുക്ക് പുറത്ത് മാപ്പ് നൽകുമാറാകട്ടെ. സഹാബ കിറാം സഹിച്ച ത്യാഗങ്ങളെ ഓർക്കുമ്പോൾ നമ്മളൊന്നും ചെയ്തിട്ടില്ല എന്നൊരു ഓർമ്മ നമ്മുടെ മുന്നിലേക്ക് വരേണ്ടതുണ്ട്. ദീനിനു വേണ്ടി ഒരു കുത്തുവാക്ക് പോലും കേൾക്കാത്തവരാണ് നമ്മൾ. എന്നാൽ നിസ്സാരമായ ചില കാര്യങ്ങൾ പോലും സഹിക്കാനാവാത്തവരായി നമ്മൾ മാറുന്നു. പ്രിയപ്പെട്ടവരെ, പുകവലിക്കുന്നവർ അതൊന്ന് മാറ്റിവെക്കുക എന്നുള്ളത് അള്ളാഹ്ക്ക് വേണ്ടി ചെയ്യാൻ കഴിയാത്തവർ സ്വഹാബത്തിന്റെ കഥ കേട്ടിട്ട് എന്തിന് കരയുന്നു എന്ന് ആലോചിക്കണം. നമ്മൾ ഒന്ന് നേരെ തട്ടമിടാൻ അള്ളാഹുവിന്റെ ദീന് പറയുമ്പോൾ ആ സ്കൂളിൽ പോയ വലിയ വിദ്യാഭ്യാസം ആയതുകൊണ്ട് ഞാൻ ഈ തട്ടം ഉപേക്ഷിച്ചാലും ഭാഷ കിട്ടുമല്ലോ എന്ന് പറഞ്ഞ് പോകാനാണ് നമ്മുടെ മനസ്സ് പറയുന്നതെങ്കിൽ പ്രിയപ്പെട്ടവരെ, എന്ത് ക്ലാസ്സാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്? ആലോചിക്കണേ, ചിന്തിക്കണേ. അള്ളാഹു ചിന്തിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. ജീവിതത്തിൽ വന്നുപോയ എല്ലാ തെറ്റുകുറ്റങ്ങളും അള്ളാഹു പുറത്ത് മാപ്പ് നൽകുമാറാകട്ടെ. നമ്മുടെ മാതാപിതാക്കൾ രോഗികളുണ്ട്, അള്ളാഹു അവർക്ക് ശമനം നൽകുമാറാകട്ടെ. അള്ളാഹുവേ, നിന്റെ മാർഗത്തിൽ ജീവിച്ച് മരിച്ചുപോയ ഞങ്ങളുടെ ഉമ്മമാർ, ജേഷ്ഠാനിയന്മാർ, ഭാര്യ ഭർത്താക്കന്മാർ, മക്കൾ, അവരുടെ ഖബറിനെ നീ വിശാലമാക്കി കൊടുക്കണേ അല്ലാ. അവർക്കും ഞങ്ങൾക്കും നീ മഗ്ഫിറത്ത് പ്രദാനം ചെയ്യണേ അല്ലാ, മർഹമത്ത് പ്രദാനം ചെയ്യണേ അല്ലാ. അള്ളാഹുവേ, ലോകത്തിന്റെ ഏത് കോണിൽ വെച്ച് മരിക്കേണ്ടി വന്നാലും ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കലിമത്തു തൗഹീദ് ഉച്ചരിച്ച് മരിക്കാൻ നീ സൗഭാഗ്യം നൽകണേ അല്ലാ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.